Good evening, everyone. Welcome to Nifty Daily Analysis, 14th October. ഇന്നത്തെ നിഫ്റ്റി ഓപ്പണിംഗ് 1.81% ഗ്യാപ്പ് അപ്പിലായിരുന്നു. അതായത് 307.95 പോയിന്റ്സ്, 300 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ്, 300 പോയിന്റിലധികം ഗ്യാപ്പ് അപ്പിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഓപ്പണിങ്ങിന് ശേഷം നമുക്ക് ഡേ ക്യാൻഡിലിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സെൽ ഓഫ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഒരു 300+ പോയിന്റ്സിന്റെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ അത് ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഇന്നത്തെ 1.81% ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഇന്നത്തെ നിഫ്റ്റി ക്ലോസിംഗ് എന്ന് പറയുന്നത് 1%ൽ മാത്രമാണ് ഇന്ന് 1% പോസിറ്റീവിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതായത് ഓപ്പണിങ്ങിന് ശേഷം നമുക്ക് ഒരു സെൽ ഓഫ് വന്നിരുന്നു. സെൽ ഓഫ് വന്നതായിട്ടാണ് നമുക്ക് ഡെയിലി ചാർട്ടിൽ ഡേ ക്യാൻഡിലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഡേ ക്യാൻഡിൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നതെങ്കിലും നമുക്ക് 5 മിനിറ്റ്സിലോട്ട് മാറ്റുന്ന സമയത്ത് കൂടുതൽ മൂവ്മെന്റ്സ് നമുക്കിന്ന് കാണാൻ പറ്റി. 5 മിനിറ്റ്സിലോട്ട് മാറ്റുകയാണ്. 5 മിനിറ്റ്സിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് പോലെ അല്ലാതെ ഒരു യൂണി ഡയറക്ഷണൽ മൂവ്മെന്റ് ആണ് നമുക്കൊരു സെക്കൻഡ് ഹാഫിൽ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റിയത്. ഒരു ഡൗൺഫോൾ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിലും ഡൗൺഫോൾ തന്നെയാണെങ്കിലും അതുവരെ ഉണ്ടായിരുന്ന ഡേ ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റി ആണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ഡേ ലോ ബ്രേക്ക് ചെയ്തതിനു ശേഷം കൂടുതൽ താഴോട്ട് പോകുന്നതാണ് കാണാൻ പറ്റിയത്. അപ്പൊ നമ്മുടെ ഇന്നലത്തെ ലെവൽസ് എന്ന് പറയുന്നത് 16,970, അതുപോലെ തന്നെ 17,030, 17,100 എന്നുള്ള ലെവൽസ് ഒക്കെ ആയിരുന്നു ഇന്നലെ നമ്മൾ ഡെയിലി അനാലിസിസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലെവൽസിന്റെ വളരെ മുകളിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 17,322.30 എന്നുള്ള ലെവലിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഓപ്പണിങ്ങിന് ശേഷം ഫസ്റ്റ് 10 മിനിറ്റ്സിൽ നമുക്കൊരു ബിയറിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണാൻ പറ്റിയത്. അതിനുശേഷം നമുക്കൊരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കണ്ടു. ഈ ഒരു ലെവലിൽ നമുക്കൊരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കണ്ടു. അതിനുശേഷം എഗെയിൻ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്കൊരു സപ്പോർട്ട് എടുക്കുന്നത് കാണാൻ പറ്റി. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സപ്പോർട്ടിന് ശേഷം ഒരു ബൗൺസ് വന്നെങ്കിലും ആ ഒരു ബൗൺസ് എന്ന് പറയുന്നത് നമുക്ക് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിന് പകരം നമുക്കൊരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റിയത്. അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിനു ശേഷം ഡേ ഹൈയും അതുവരെ ഉണ്ടായിരുന്ന ഡേ ഹൈ ബ്രേക്ക് ചെയ്തതിനു ശേഷമാണ് നമുക്ക് അപ്പ് മൂവ് വരാനുള്ള സാധ്യതകളുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസിന്റെ ലെവലിൽ തന്നെ മറ്റൊരു റെസിസ്റ്റൻസ് ആണ് നമുക്ക് സെക്കൻഡ് സപ്പോർട്ട്. ഈ ഒരു ഫസ്റ്റ് സപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള ഒരു റീടെസ്റ്റിന് ശേഷം വന്ന ബൗൺസ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് ഒരു റിജക്ഷൻ കണ്ടു. എന്നിട്ട് ഈ ഒരു റിജക്ഷന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമുക്കൊരു ക്ലോസിംഗ് കിട്ടിയിട്ടുള്ളത് ആ ഒരു ലെവലിന്റെ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈയുടെ താഴെയാണ് നമുക്കൊരു ക്ലോസിംഗ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഈ ഒരു റെസിസ്റ്റൻസിന്റെ, നമുക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഒരു റെസിസ്റ്റൻസിന്റെ ഒരു റീടെസ്റ്റ് ആയിട്ട് മാത്രമാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റുക.
അപ്പൊ ഈ ഒരു റീടെസ്റ്റ് നമുക്ക് കാണാൻ പറ്റി. അതിനുശേഷം ഈ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. ക്ലോസിംഗ് വന്നതിന് ശേഷം നമുക്കൊരു കൺസോൾട്ടേഷൻ, ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ പറ്റി. ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം ഈ ഒരു റേഞ്ചിനകത്തേക്ക്, ഈ ഒരു റെസിസ്റ്റൻസിന്റെ അകത്തേക്ക്, അപ്പൊ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിനു ശേഷം നമുക്കതൊരു റെസിസ്റ്റൻസ് ആയിട്ട് പറയാം. അപ്പൊ ഈ ഒരു ഡൗൺഫോളിന് ശേഷം നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ക്ലോസിംഗ് കിട്ടുകയാണ് ഉണ്ടായത്. ഈ ഒരു ക്ലോസിംഗിന് ശേഷം ഒരു റീടെസ്റ്റ് വന്നു. റീടെസ്റ്റിന് ശേഷം അഗെയിൻ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിലേക്ക് ഉള്ളൊരു മൂവ്മെന്റ് ആണ് കാണാൻ പറ്റിയത്. അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ പറ്റി. ഈ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് 11:15 മുതൽ ഒരു 12 o'clock വരെ, 12 o'clockനാണ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് വരുന്നത്. ആ ഒരു ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ന്യൂ ഡേ ഹൈ ഫോം ചെയ്യുന്നതാണ് കാണാൻ പറ്റിയത്. അതിനുശേഷം അഗെയിൻ നമുക്ക് ഫോളോ ത്രൂ ക്യാൻഡിൽസ് വന്നിരുന്നെങ്കിലും നമുക്ക് എൻട്രി എടുക്കാനായിട്ടുള്ള ഒരു പുൾ ബാക്കിനാണ് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുൾ ബാക്കിനാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫോളോ ത്രൂ ക്യാൻഡിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാനായിട്ട് പറ്റും. പക്ഷെ പുൾ ബാക്ക് വരണം. അപ്പൊ ആ ഒരു പുൾ ബാക്ക് അഗെയിൻ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എൻട്രി ചെയ്യുന്നതാണ് കാണാൻ പറ്റിയത്. അതിനുശേഷം ഒരു ഡൗൺഫോൾ ആണ് നമുക്ക് കാണാൻ പറ്റിയത് ബാങ്ക് നിഫ്റ്റിയിൽ. അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ ക്ലോസിംഗിന് ശേഷം, ഈ ഒരു ലെവലിൽ നമുക്ക് ക്ലോസിംഗിന് ശേഷം ഒരു ഡൗൺഫോൾ നമുക്ക് എങ്ങോട്ടേക്കാണ് വന്നത്? ഈ ഒരു ലെവലിലേക്ക്, രാവിലെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ലെവലിലേക്ക് ഒരു ഡൗൺഫോൾ വന്നു. അതിനുശേഷം നമുക്ക് ആ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ക്ലോസിംഗ് കിട്ടുന്നതാണ് കാണാൻ പറ്റിയത്. അപ്പൊ ഈ ഒരു ക്ലോസിംഗ് വന്നിട്ടുള്ളത് നമ്മൾ രാവിലെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടിന്റെ താഴെയാണ് നമുക്കൊരു ക്ലോസിംഗ് കിട്ടിയത്. അതിനുശേഷം ഒരു പുൾ ബാക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് വരെ നമുക്ക് വന്നതിന് ശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് വന്നു. അതിനുശേഷം ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസിംഗ് കിട്ടിയെങ്കിലും ഫോളോ ത്രൂ ക്യാൻഡിൽ വരാതെ തന്നെ നമുക്ക് അഗൈൻ ഈ ഒരു റേഞ്ചിനകത്തേക്ക് ഒരു ബൈയിങ് പ്രഷറാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലോടുകൂടി ഒരു ബൗൺസ് ആണ് നമുക്ക് വന്നത്. ബൗൺസ് വന്നിട്ടുള്ളത് ഈ ഒരു റെസിസ്റ്റൻസ് വരെയുള്ള ഒരു റെസിസ്റ്റൻസിലേക്കുള്ള ഒരു റീടെസ്റ്റ് വന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺഫോൾ, നിഫ്റ്റിയിൽ ഒരു ഡൗൺഫോൾ വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ലോ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ക്ലോസിംഗ് കിട്ടി. അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ലോവർ ലോ ആൻഡ് ലോവർ ഹൈസ് ആണ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റിയത്. ഇന്നത്തെ നിഫ്റ്റി ലോ എന്ന് പറയുന്നത്, നിഫ്റ്റി ഡേ ലോ എന്ന് പറയുന്നത് 17,169.75 ആണ്. ഈ ഒരു ലെവലിലാണ് തന്നെയാണ് ഇന്നത്തെ ലോ വന്നിട്ടുള്ളത്. ഒരു 3 മണിക്ക് ഉള്ള ക്യാൻഡിലാണ് നമുക്ക് ഡേ ലോ ഫോം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇന്നത്തെ ക്ലോസിംഗ് 17,185.70 ഇന്നത്തെ ക്ലോസിംഗ് ഉള്ളത്. 17,200 ഇന്ന് 5 മിനിറ്റ്സ് ക്ലോസിംഗ് ഉള്ളത്. പോസ്റ്റ് മാർക്കറ്റ് ക്ലോസിംഗ് 17,185 ലെവൽസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെന്റ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ നാളത്തെ ലെവൽസ് എന്ന് പറയുന്നത്, നാളത്തെ നിഫ്റ്റി ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 17,100 ആണ് ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്. 17,100 എന്ന് പറയുന്നത് ഇന്നലത്തെ നമ്മുടെ ഒരു ലെവലായിരുന്നു 17,100. അപ്പൊ ഈ ഒരു ലെവലാണ് നാളത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവൽ. അതുപോലെ തന്നെ 17,215 ഈ ഒരു ലെവലും നാളത്തേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്.
അതുപോലെ തന്നെ ഇന്നത്തെ ഹൈ 17,340. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് ട്രേസ് ചെയ്യാം. 17,340, അതുപോലെ തന്നെ 17,260, അതുപോലെ തന്നെ 17,215, അതുപോലെ 17,100. ഈ 4 ലെവൽസ് ആണ് നാളത്തേക്കുള്ള നിഫ്റ്റി ലെവൽസ്, അതായത് മൺഡേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നിഫ്റ്റി ഡെയിലി അനാലിസിസിൽ പറയാനുള്ളത്. ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ അനാലിസിസ് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.